ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ബാലനും ഗോവർദ്ധനും കൂടി രാവിലെ അവിടെ നിന്ന് പോരാനായിട്ട് തയ്യാറെടുക്കുന്നു. സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി നമ്മുടെ ഗോവർദ്ധൻ അത് കൊണ്ടുപോയി വണ്ടിയിൽ വെക്കുന്നു. പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനായിട്ട് നമ്മുടെ ബാലൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ റിസപ്ഷനിൽ വന്നു. അവരാണെങ്കിൽ അതിൻ്റെ ഇതെല്ലാം നോക്കുവാണ്. അപ്പോൾ ബാലൻ എനിക്ക് ഇങ്ങ് പോന്നപ്പം, സാർ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. സാറ് ഹാപ്പി ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഗോവർദ്ധൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. അപ്പം അപ്പോൾ അത് ബാലേട്ടാ എന്നും പറഞ്ഞിങ്ങനെ നമുക്ക് പോവാം. ഹാപ്പിയാണോ ഗോവർദ്ധ എന്ന് നമ്മുടെ ബാലേട്ടൻ ഗോവർദ്ധനോട് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ റിവ്യൂ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഹാപ്പി അല്ലേന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാർ റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ റിവ്യൂ വാങ്ങിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ വണ്ടിയിലിങ്ങ് പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രാത്രി താൻ ശരിക്കും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേട്ടൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇല്ല ബാലേട്ട, ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താടോ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ഗോവർദ്ധന് പറയാൻ വാക്കുകളില്ല കേട്ടോ. തലയ്ക്കകത്തെ ഒരു കടന്നൽ കൂടിയിരിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് ഗോവർദ്ധൻ ബാലേട്ടനോട് പറയുന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണോ തൻ്റെ ഉറക്കം കെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അതെ, അത് തന്നെയാണ് ഉറക്കം കിടത്തിയതെന്ന് ഗോവർദ്ധൻ പറയാം. അത് മറന്നേക്കാൻ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ എൻ്റെ ഗോവർദ്ധ. അപ്പം ഞാനൊരു കെട്ടുകഥയുണ്ടാക്കി പറഞ്ഞതല്ലേ, താനല്ലാതെ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോളൂ? ഗോവർദ്ധന് ഭയങ്കരമായിട്ട് വിഷമമായി. കെട്ടുകഥയൊന്നും അല്ല ബാലേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പം, ആണടോ മുമ്പ് ഒരിക്കൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, സ്ത്രീ പ്രസവിച്ച കുട്ടിയാണ് അലീന എന്ന് വരെ, അവളുടെ അച്ഛൻ ഞാനാണെന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലൊരു കഥയാടോ ഇതും. എനിക്ക് കഥകൾ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലേടോ എന്ന് ചോദിക്കണം. ഇനി ആ ലൈനൊന്ന് പരീക്ഷിച്ച് നോക്കാം, സിനിമാക്കാർക്ക് കൊടുത്ത നല്ല കാശൊക്കെ കിട്ടും എന്നൊക്കെ ബാലേട്ടൻ പറഞ്ഞപ്പം ഗോവർദ്ധന് ഭയങ്കര ബാലേട്ടൻ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ബാലേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞത് കള്ളക്കഥയൊന്നും അല്ല, സത്യസന്ധമായ സംഭവങ്ങളാണെന്ന് എനിക്കറിയാം എന്ന നേരത്തേന് ഗോവർദ്ധൻ പറഞ്ഞു. അപ്പം താൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം ഇന്നലെയല്ല, മിനിഞ്ഞാന്നാണ് ഞാൻ മദ്യപിച്ചിരുന്നത്. പൂണൂരിലെ ബാറിൽ വെച്ചായിരുന്നെന്നും ഇന്നലെ മദ്യപിച്ചതേ ഞാനല്ല ബാലേട്ടനാണെന്നും ഗോവർദ്ധൻ പറയാം. അപ്പോഴൊക്കെ ബാലൻ ഇരുന്ന് ചിരിക്കുക കേട്ടോ. എന്നോട് കഥയും പറഞ്ഞിട്ട് ബാറിൽ പോയി അടിച്ച് ഫിറ്റായി വന്ന് അങ്ങ് കിടന്നു. അപ്പോൾ തന്നെ ഞാൻ എന്തോരം വിളിച്ചതാ. അപ്പോൾ ഇന്നലെ വിളിച്ചാലും ഞാൻ വരത്തില്ലായിരുന്നു. മദ്യത്തെക്കാളും തലയുടെ വെളിവ് കെടുത്തുന്ന മയക്കു വെടിയാ ബാലേട്ടൻ ഇന്നലെ പൊട്ടിച്ചതെന്ന കാര്യം ഗോവർദ്ധൻ പറയുമ്പോഴേക്കും ബാലൻ ഇരുന്ന് ഭയങ്കര ചിരി. അതൊക്കെ എൻ്റെ വേറൊരു തമാശയല്ലടോ ബാലേട്ടൻ, ഇനി അത് തമാശയാണെന്നും പറഞ്ഞ് എന്നെ ചുമ്മാ ഫൂളാക്കാനൊന്നും നോക്കണ്ടെന്ന് ഗോവർദ്ധൻ പറയാട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഓരോന്നും കാര്യകാരണ സഹിതം ആലോചിച്ച് നോക്കി. ബാലേട്ടൻ പറഞ്ഞതെല്ലാം സത്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ഓഹോ ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അലീന നമ്മൾ ഇന്നലെ കുളത്തൂർ പുഴ കണ്ട സ്റ്റാൻലി ജോസഫിൻ്റെ മോളാണെന്നുള്ളത് അതും മാത്രമാണോ? വൈജ ചേച്ചിയുടെ മോളാണെന്ന കാര്യവും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അതിനെന്താടോ, ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? ചില സ്ത്രീകളെ പുരുഷന്മാർ ചതിക്കും, പ്രേമത്തിൻ്റെ ട്രോഫിയും കൊടുത്തിട്ട് കൈ ഒഴിഞ്ഞിട്ട് പോവാറില്ലേ എന്ന് ബാലൻ ചോദിക്കുക. അപ്പം ചില സ്ത്രീകൾ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ ചതിക്കും. ആരോ കൊടുത്ത ട്രോഫി കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പിടിച്ചോളാൻ പറയും. അതും പറഞ്ഞ് ബാലൻ ഭയങ്കര ചിരി. ആ പുങ്കന്മാരുടെ വിചാരം അവർ മത്സരിച്ച് നേടിയതാണെന്നാണെന്നൊക്കെ പറഞ്ഞ്, എൻ്റെ കാര്യത്തിൽ പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, വൈജ ട്രോഫി ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നതെന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോട്ടും ഗോവർദ്ധനൊന്നും പറയാൻ പോലും കഴിയുന്നില്ല. അന്നേരം ചോദിച്ചു, ബാലൻ എങ്ങനെ കഴിഞ്ഞു 10-23 വർഷങ്ങൾക്ക് ശേഷം? അപ്പോൾ അറിയാൻ കാരണം അത് അലീന തന്നെയാണെന്നുള്ള കാര്യമൊക്കെ ബാലൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ചില ഫോൺ സംഭാഷണങ്ങൾ ഞാൻ കേൾക്കാനിടയായെന്നും അങ്ങനെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്നുള്ള കാര്യവും ബാലൻ ഇങ്ങനെ ഗോവർദ്ധനോട് പറഞ്ഞു. വയറ്റിൽ കത്രിക കൊണ്ട് മുറിവ് പറ്റിയവൾ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നില്ലേ, അപ്പോഴായിരുന്നു അതിൻ്റെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായതെന്ന് ബാലേട്ടൻ പറയാം. അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയണു ബാലേട്ടൻ ഇങ്ങനെ പിന്നിൽ നിന്ന് കേട്ട കാര്യങ്ങളെ. അപ്പോൾ അങ്ങനെ കൂടപ്പിറപ്പുകളാണെന്ന് പറഞ്ഞതും അപ്പോൾ അതല്ല, അപ്പോൾ എന്തെല്ലാം ദ്രോഹം അവളോട് അവരെല്ലാം ചെയ്തിട്ടും എത്രയൊക്കെ അപമാനിച്ചിട്ടും അലീനെ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അതൊരു കാരണമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വേറെ ഏത് വേലക്കാരിയാണെങ്കിലും എല്ലാം കളഞ്ഞോടിപ്പോകേണ്ട സ്ഥാനത്ത് അവളെല്ലാം ക്ഷമിച്ചും സഹിച്ചും അവിടെ നിന്നു. ആർക്കു വേണ്ടിയാണെന്ന്, എന്തിനു വേണ്ടിയാണെന്ന് ഇതൊക്കെ എനിക്ക് അറിയണമായിരുന്നടോ. പിന്നെ മറ്റൊരു കാര്യം, അലീനയ്ക്ക് എൻ്റെ മക്കളോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ. മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവരെ ലീഡ് ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു, ഉപദേശിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു?
ഇതെല്ലാം ഗോവർദ്ധൻ ഇങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമതുള്ള കാര്യം, വൈജയുടെ അമ്മയെ അവൾ സ്വന്തം മുത്തശ്ശിയെ പോലെയാണ് ബഹുമാനിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ. എത്ര ത്യാഗിനിയാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ആരും ചെയ്യില്ലടോ. പിന്നെ എന്നോട് അവളുടെ സ്വന്തം അച്ഛനെ പോലെയാണ് അവൾ എന്നെ കണ്ടതെന്നും ബാലേട്ടൻ ഇങ്ങനെ പറയാം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. വൈജ അവളുടെ പെറ്റമ്മയാണെന്നുള്ളത് അവൾക്കറിയാമായിരുന്നെന്നും റോഹിയും ബബിതയും കൃഷ്ണയും അവളുടെ കൂടപ്പിറപ്പുകളാണെന്നും അവൾക്കറിയാമായിരുന്നു. വൈജയുടെ അമ്മ സ്വന്തം മുത്തശ്ശിയാണെന്നുള്ളത് അവൾക്കറിയായിരുന്നു. അത് അലീനയ്ക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. ബാലേട്ടൻ എങ്ങനെ അത് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ബാലേട്ടൻ അതിനുശേഷം പിന്നെ സംഭവിച്ച കാര്യം പറയാം. കോൾ റെക്കോർഡിങ് ആ ഒരു ഇത് സെറ്റ് ചെയ്തതും പിന്നെ ഇവൾ വിളിക്കുന്ന ഫോണുകളെല്ലാം റെക്കോർഡായതും അതിൽ നിന്നെല്ലാം കേട്ടതും തുടങ്ങിയ കാര്യങ്ങൾ, അതായത് രേവതിക്കുട്ടിയായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം കിട്ടിയതും ഇതെല്ലാം നമ്മുടെ ബാലൻ ഇങ്ങനെ ഗോവർദ്ധനോട് പറയാം. അപ്പോൾ മുമ്പൊരിക്കൽ ബാലചന്ദ്ര മേനോൻ എന്ന ഞാൻ സ്വയം പ്രയത്നം കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയ ഞാൻ, സെൽഫ് മെയ്ഡ് എന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ഞാൻ വെറും ഒരു കീടമാണെന്ന് ആ സെക്കൻഡിലാടോ ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് ബാലൻ പറയാം. അപ്പോൾ അഴുക്ക് ചാലിൽ കിടന്ന് ഞൊളയ്ക്കുന്ന പുഴു തനിക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്? അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബാലേട്ടാന്ന് പറഞ്ഞപ്പം 23 വർഷക്കാലമായിട്ട് ഈ കൊല്ലപ്പള്ളിക്കാരനെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേന്നും പിന്നെ വൈജയന്തി 23 വർഷക്കാലം പതിവ്രത ചമഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും എങ്ങനെ അതൊക്കെ ഞാൻ സഹിക്കോടോ എന്നും ചോദിക്കുക ബാലൻ. അപ്പം ആർക്കും അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ബാലേട്ടാ. പക്ഷേ എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടിൽ അന്ന് പോയ കാര്യങ്ങളും ബാലേട്ടൻ പറയാം. ബാലേട്ടൻ അന്ന് ടോട്ടലി അബ്സ്കോണ്ടിങ് ആയിരുന്നു. എവിടെയാണെന്ന് പോലും ആർക്കും ഒരു പിടിയും കിട്ടിയിരുന്നില്ല എന്ന കാര്യം ഗോവർദ്ധൻ പറയുക. അപ്പം അന്ന് ഞാൻ നേരെ പോയത് നീലഗിരിക്കാണെന്നും ഗംഗേട്ടനെ ചെന്ന് കാണുകയായിരുന്നുവെന്നും പറയുക. ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ അയാളോട് ചോദിച്ചുള്ളൂ എന്നും പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ വിളിച്ചു. അപ്പം ഗംഗേട്ടൻ അതൊക്കെ സമ്മതിച്ച് തന്നോന്ന് ചോദിച്ചു. പിന്നെ സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ, സമ്മതിച്ചു, എല്ലാം സമ്മതിച്ച് തന്നു. 23 വർഷക്കാലമായിട്ട് ചതിക്കുകയാണെന്നും അയാൾ സമ്മതിച്ച് തന്നു. എല്ലാം മറച്ചു വെച്ചിട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ച് തന്നതെന്നും സമ്മതിച്ച് തന്നു. പറയുന്നത് പോലെ സകല കഥകളും ഞാൻ ചോദിച്ചു വാങ്ങി എന്ന് പറയുമ്പം ബാലേട്ടൻ എങ്ങനെ അതൊക്കെ കേട്ട് നിന്നു എന്ന് ഗോവർദ്ധൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പാലായിക്ക് തിരിച്ചു വന്നത്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിരുന്നതാ. പക്ഷേ മദ്യപിച്ചത് ഒരിച്ചിരി കൂടിപ്പോയി. കൂനൂര് മുതൽ പാലായിൽ എത്തിച്ചേരുന്നത് വരെ ഞാൻ എന്തുമാത്രം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പോലും അറിയില്ല എന്നും പിന്നെ ടെൻഷൻ അത്രമാത്രമായിരുന്നു. കൊല്ലാനും ചാകാനും തീരുമാനിച്ചവൻ്റെ ടെൻഷൻ എത്രത്തോളമാണെന്ന് തനിക്ക് അറിയാവോ എന്ന് ചോദിച്ചേ. ഇങ്ങനെ നോക്കൂ അപ്പോഴും നമ്മുടെ ഗോവർദ്ധൻ. ഇല്ലടോ തനിക്കത് അറിയാൻ പറ്റില്ല, അനുഭവിക്കണം. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. തനിക്കറിയാവോ? ആ ടെൻഷനിലാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്ന കാര്യവും പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ബാലേട്ടാ, എനിക്കത് മനസ്സിലായിന്ന് ഗോവർദ്ധൻ. അന്ന് അലീനയാണ് എൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത്. അലീനയാണ് ആംബുലൻസ് വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പിന്നെ 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എന്നെ തന്നെ ഒന്ന് മയപ്പെടുത്തിയെടുത്തു. എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ബാലചന്ദ്ര, നിൻ്റെ കയ്യിലൊരു ബോംബുണ്ട്. അത് നിൻ്റെ ശത്രുവിനെതിരെ പ്രയോഗിക്കാനുള്ള ബോംബാണ്. നീ അത് നോക്കിയും കണ്ടും ചെലവാക്കണം. അത് പൊട്ടിക്കാനുള്ള സമയം ഏതാണെന്ന് ബുദ്ധിപൂർവ്വം നീ തീരുമാനിക്കാൻ. അങ്ങനെ ബാലേട്ടൻ എല്ലാ കാര്യങ്ങളും പറയുവാണ്. പിന്നെ അലീന അവളുടെ സ്വന്തം വീട് പോലെ ആ വീടിനെ കാണുന്നതിൻ്റെ രഹസ്യമൊക്കെ എനിക്ക് അപ്പോഴത്തേക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. എല്ലാവരും അവളുടെ കുടുംബാംഗങ്ങളാണ്. ഞാൻ അവളുടെ അച്ഛനാ. നിനക്കറിയോ, എന്നെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ശുശ്രൂഷിച്ചതും. അതുമാത്രമല്ല, അവളാണ് എൻ്റെ ആയുധമെന്നും
ബാലേട്ടൻ പറയുക കേട്ടോ, വൈജയന്തിയെ തകർത്ത് കളയാനുള്ള ബോംബാണ് അവളെനിക്ക്. അങ്ങനെയൊക്കെ ബാലൻ പറയുന്നു. സമയമാവട്ടെ, പൊട്ടിച്ച് കളയാൻ ഞാൻ തീരുമാനിച്ചു. പൊട്ടിച്ച് കളയാതെ ഞാൻ കാത്തിരുന്നു. അപ്പോഴാണ് അലീന എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചതെന്ന് പറയുമ്പം അതന്നെ ബാലേട്ടാ കാരണം. അപ്പോൾ തനിക്കതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരേ നിർബന്ധം, അത് വൈജയന്തിക്ക്. പിന്നെ അവളുടെ ആങ്ങളമാർക്കും. ശിവേട്ടനും രാജീവനൊക്കെ ഫ്ലൈറ്റ് പിടിച്ച ഉടനെ പറന്നെത്തി. അലീനയാണെങ്കിലോ പോവാൻ റെഡിയായിട്ട് നിൽക്കുക. അവളെ കൊണ്ടുപോകാനായിട്ട് എറണാകുളത്ത് നിന്ന് മാമച്ചനും രേവതിക്കുട്ടിയും അയാളുടെ ഭാര്യയും, അങ്ങനെ എല്ലാവരും വന്നു. പിന്നെ അങ്ങ് നടന്ന കാര്യങ്ങളെല്ലാം ബാലേട്ടൻ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അലീന കാല് പിടിച്ചതും ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ബാലനിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന അന്ന് ബാലേട്ടൻ്റെ കാല് പിടിച്ച് കരഞ്ഞതെല്ലാം ഈ ഗോവർദ്ധനോട് പറയുക കേട്ടോ. ഞാൻ വൈജയുടെ ഭർത്താവായിരിക്കില്ല, അപ്പം ഈ കുടുംബം ചിന്നി പോകുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയാ സകലരും എതിർത്തിട്ടും അലീന എൻ്റെ വീട്ടിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യവും പറയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടെ അവിഹിത ബന്ധം വരെ ആരോപിച്ചില്ലേന്ന് ചോദിച്ചു. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് അവളെന്ന കഥ ഞാൻ പടച്ചുണ്ടാക്കി വിട്ടത്. പക്ഷെ വൈജയ്ക്ക് അതൊന്നും പോരാ. അലീനയെ ഇറക്കി വിട്ടാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവൾ വീട് വിട്ടു പോകുമെന്ന്. പോയി അവൾ പോയിട്ടോ എന്തായി? അതോടെ അലീന ഒരു തീരുമാനം അങ്ങ് എടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി എൻ്റെ വീട്ടിൽ താമസിക്കില്ല എന്ന്. അവൾ വീട് വിട്ടു പോകും, എനിക്കത് ഉറപ്പാണെന്ന് പറയുമ്പം കഷ്ടമായി പോയല്ലോ എന്ന് ഗോവർദ്ധന നേരം പറയാം. അന്നേരം അതേടോ കഷ്ടമാണ്. 23 വർഷം അനാഥയായിട്ട് ജീവിച്ചവൾ. പിന്നെ സ്വന്തം വീട് കണ്ടെത്തി അവിടെ എത്തിയപ്പോൾ സ്വന്തം പെറ്റ തള്ള തന്നെ അവളെ അടിച്ചിറക്കുന്ന അവസ്ഥ. ഇതൊക്കെ കേട്ടപ്പോൾ ഗോവർദ്ധന് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ ഇങ്ങനെ ഇരിക്കും. അത് നീതിയല്ലല്ലോ ഗോവർദ്ധ. എൻ്റെ കുടുംബത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അലീനയാണ് കൂടെ നിന്നതെല്ലാം പരിഹരിച്ച് എനിക്ക് തന്നത്. എൻ്റെ കുടുംബം നേരെ നിർത്തിയത് അവളാണ്. പിന്നെ അവളെ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? ഞാനൊരു മനുഷ്യനല്ലേടോ എന്ന് ബാലേട്ടൻ ഇങ്ങനെ ഗോവർദ്ധനോട് ചോദിക്കുന്നു. അങ്ങനെ ബാലേട്ടൻ നിന്ന് കരയാട്ടോ. അവളോട് എനിക്ക് കടപ്പാടുണ്ട്, മറക്കാൻ പറ്റാത്ത കടപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്ര പോലും തീരുമാനിച്ചത്. തനിക്കറിയാവോ, ഗംഗേട്ടനെ പോയി കണ്ടതും അതുപോലെ ഞാൻ ഏറ്റവും വെറുക്കേണ്ട മനുഷ്യനാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നയാൾ. പക്ഷെ അലീനയ്ക്ക് വേണ്ടിയാ ഞാൻ അയാളുടെ വീട്ടുമുറ്റത്ത് പോലും പോയതെന്നും ബാലേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അയാൾക്കൊരു മകളുണ്ടെന്ന് അറിയിക്കാൻ, അവളെ ഏറ്റെടുക്കാൻ അയാൾക്ക് മനസ്സുണ്ടെങ്കിൽ വിട്ട് തന്നേക്കാമെന്ന് പറയാൻ. പക്ഷേ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുമെന്നറിയാതെ ബാലൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് നമ്മുടെ ഗോവർദ്ധൻ അങ്ങ് ഒതുക്കി. ഗോവർദ്ധൻ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേട്ടൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ബാലേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ ഗോവർദ്ധനും ഒരു കരച്ചിലും ഉണ്ട്. എന്നിട്ട് ബാലൻ്റെ കൈ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട്, ബാലേട്ടാ ഞാൻ ബാലേട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത അലീനയെ ബാലേട്ടൻ എന്തിനാ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഞാനും സുലുവും കൂടി ബാലേട്ടനെ കുറ്റവും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും ഗോവർദ്ധൻ പറയാട്ടോ. അപ്പോഴും ബാലേട്ടൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല ബാലേട്ടൻ വലിയ ആളാണെന്നും വലിയ മനസ്സുള്ള ആളാണെന്നും ഗോവർദ്ധൻ അവിടെ ഇരുന്ന് പറയാട്ടോ. ഞാനിപ്പോഴാണ് ബാലേട്ടൻ്റെ വലിപ്പം കാണുന്നത്. എന്ത് വലിപ്പമാടോ? ഒന്നുമല്ല. ഞാൻ വെറും കീടം, ഓടയിൽ കൂടി ഒഴുകുന്ന പുഴു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു ബാലേട്ടൻ ഇങ്ങനെ പറയാ ഗോവർദ്ധനോട്. ഇത് കേട്ടപ്പോൾ ഗോവർദ്ധന് സഹിക്കാൻ പറ്റുന്നില്ല. ഗോവർദ്ധൻ ഭയങ്കര കരച്ചിൽ. അലീന പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാരാ? ഞാൻ വൈജയുടെ ഭർത്താവായിട്ട് പിന്നെ ഇരിക്കുവോ? വൈജ എൻ്റെ ഭാര്യ സ്ഥാനത്തേക്ക് തിരിച്ചു കയറുവോ? ഇല്ലടോ, ഇതൊന്നും സംഭവിക്കാൻ പോണില്ല.
എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണം. താൻ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ ഗോവർദ്ധനോട് പറഞ്ഞ് അങ്ങനെ അവർ വണ്ടിയായിട്ട് ഇങ്ങനെ പോരുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.